കണ്ടീഷനുകളാണ് നോക്കുന്നത്. അപ്പൊ എ എവിടെ ഉപയോഗിക്കുന്നു പഠിച്ചിരുന്നു, അതുപോലെ ആൻ എവിടെ ഉപയോഗിക്കുന്നു പഠിച്ചു, അതുപോലെ ദ എന്ന ആർട്ടിക്കിള് എവിടെ ഉപയോഗിക്കുന്നു പഠിച്ചു. എക്കും ആനും വേണ്ടിയിട്ട് നമ്മൾ ഒരു കണ്ടീഷനാണ് പഠിച്ചത്. ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് അതിന്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അതിന് മുന്നിൽ എന്ത് ചേർത്ത് പറയുക? ആൻ ചേർത്ത് പറയുക. ഇനി എ ആണെങ്കിലാ, ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലല്ല ഉച്ചരിക്കുന്നതെങ്കിൽ അതിന് മുന്നിൽ എന്ത് ചേർത്ത് പറയാം? എ ചേർത്തിട്ട് പറയാം. നമ്മൾ ദാക്ക് പഠിച്ചത് ദ പ്ലസ് പ്രിസൺ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് വെച്ചിട്ടാണ് ദാ പഠിച്ചത്. പിയിൽ വരുന്ന വാക്ക് എന്താണെന്ന് പറഞ്ഞു, പീപ്പിൾ ഇൻ എ കൺട്രി. ആണെങ്കിലോ റിലീജിയസ് ബുക്ക്, ബിൽഡിങ്, മോണമെന്റ്സ്. അതുപോലെ എന്ത് ചെയ്യുന്നൂടെ ഐയിൽ വരുന്ന വാക്കാണ് ഇൻവെൻഷൻസ്. അതുപോലെ എസിൽ വരുന്ന വാക്കാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ്. അതുപോലെ ഓയിൽ വരുന്ന രണ്ട് വാക്കുകളാണ് ഓഫീസ് പൊസിഷൻ, ഓർഡിനൽ നമ്പർ. എന്നിൽ 7 വാക്കുകളുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തത് നെയിം ഓഫ് നാച്ചുറൽ ട്രൂത്ത്, രണ്ടാമത്തത് നെയിം ഓഫ് ബോഡി പാർട്സ് ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മൂന്നാമത്തത് റിലീജിയൻ ആൻഡ് റോയൽ പൊസിഷൻ, നാലാമത്തത് ഷിപ്പ്, ട്രെയിന്, ഹോട്ടല്, തിയേറ്റർ, മാള്, ബാങ്ക്, ഡയറക്ഷൻ. അടുത്തത് ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ. അടുത്തത് മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്. ലാസ്റ്റ് വൺ റിവർ, കനാൽ, ഓഷൻ, സ്ട്രെയിറ്റ്, ഡെസേർട്ട്, വാലി, ഫോറസ്റ്റ്, ഗൾഫ് എന്നിവയ്ക്ക് മുന്നിലെല്ലാം ദാ ചേർക്കാന്ന് പറയും. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത കണ്ടീഷനുകളെ കുറിച്ചാണ് പറയുന്നത്. എവിടെയൊക്കെ ആർട്ടിക്കിള് വേണ്ട, ആർട്ടിക്കിൾ വേണ്ടാത്ത കണ്ടീഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു നാച്ചുറൽ ട്രൂത്തുകൾക്ക് മുന്നില് ദ എന്ന ആർട്ടിക്കിള് ഉപയോഗിക്കുന്നു പഠിച്ചു. എന്നാൽ ഭൂമി ഒഴികെയുള്ള മറ്റ് ഗ്രഹങ്ങൾക്ക് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ഭൂമി ഒഴികെയുള്ള മറ്റ് ഗ്രഹങ്ങളുടെ പേരിന് മുന്നില് ആർട്ടിക്കിള് വേണ്ട. മാഴ്സ് ആർട്ടിക്കിൾ വേണ്ട. അതുപോലെ മെർക്കുറി ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ മറ്റ് ഗ്രഹങ്ങളുടെ പേരിന് മുന്നില് ആർട്ടിക്കിൾ വേണ്ട. രണ്ടാമത്തെ നോക്കിയേ, സിംഗിൾ മൗണ്ടെയിൻ, സിംഗിൾ ഐലൻഡ്. നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്, ഗ്രൂപ്പ് ഓഫ് മൗണ്ടെയിൻ മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ചേർക്കും. എന്നാൽ സിംഗിൾ മൗണ്ടെയിൻ, സിംഗിൾ ഐലൻഡ് എന്നിവയ്ക്ക് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ഇപ്പൊ എവറസ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ മൗണ്ടെയിൻ ആണ്, ആർട്ടിക്കിൾ വേണ്ട, നോ ആർട്ടിക്കിൾ ആണ്. ഇനി അതേപോലെ കാഞ്ചൻജംഗ സിംഗിൾ മൗണ്ടെയിൻ ആണ്, ആർട്ടിക്കിള് വേണ്ട. ഇനി അതേപോലെ സിംഗിൾ ഐലൻഡുകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ഓക്കെ. അതുപോലെ RBI ബാങ്കുകളുടെ പേരിന് മുന്നിലെല്ലാം ആർട്ടിക്കിള് ദാ വേണമെന്ന് പറയും. എന്നാൽ RBIയുടെ മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. അടുത്തതാണ് ലോക്കൽ ഹോട്ടല്, തിയേറ്റർ, മാള് എന്നിവയ്ക്ക് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ലോക്കൽ ഹോട്ടല്, തിയേറ്റർ, മാള് എന്നിവയ്ക്ക് മുന്നില് ആർട്ടിക്കിൾ വേണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞു ഹോട്ടലുകളുടെയും തിയേറ്ററുകളുടെയും മാളിന് മുന്നിലും ആർട്ടിക്കിൾ ദാ വേണമെന്ന് പറഞ്ഞു. അത് 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകളാണ്, വലിയ തിയേറ്ററുകളാണ്, മാളുകളുടെ മുന്നിലുമാണ്. എന്നാൽ ലോക്കലായിട്ടുള്ള ഹോട്ടല്, തിയേറ്റർ, മാളുകളുടെ പേരിന് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. അടുത്താണ് ലോക്കൽ ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ. നമ്മൾ ന്യൂസ് പേപ്പറിന്റെ മാഗസീന് മുന്നിലും ദാ ചേർക്കണമെന്ന് പറയും. ഏത്? ഇന്റർനാഷണൽ എഡിഷൻസ് ആണെന്ന് പറയും. എന്നാൽ ലോക്കൽ ആയിട്ടുള്ള ന്യൂസ് പേപ്പറുകളുടെ മാഗസീന്റെ മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. അടുത്താണ് അബ്സ്ട്രാക്ട് നൗണുകൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. എന്താണ് ഈ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറഞ്ഞാൽ? കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമങ്ങൾക്ക് പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് നൗൺ. കാണാനും കഴിയില്ല, സ്പർശിക്കാനും കഴിയില്ല. അപ്പൊ കാണാനോ തൊട്ടു നോക്കാനോ കഴിയാത്ത നാമങ്ങള് അബ്സ്ട്രാക്ട് നൗൺ. എക്സാമ്പിൾ ഹാപ്പിനെസ് ഒരു അബ്സ്ട്രാക്ട് നൗൺ ആണ്. സാഡ്നെസ്, അതുപോലെ പോവർട്ടി ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. ഇവയ്ക്ക് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ഫീലിങ്സ് എന്ത് ചെയ്യുന്നു? അതിനെയാണ് അബ്സ്ട്രാക്ട് നൗൺസ് എന്ന് പറയുന്നത്. അവയ്ക്ക് മുന്നില് ആർട്ടിക്കിൾ വേണ്ട. ഇനി അതേപോലെ നെയിം ഓഫ് പേഴ്സൺ, പ്ലേസ്, സീസൺ വ്യക്തികളുടെ പേരിന് മുന്നിൽ, പിന്നെ അതേപോലെ തന്നെ സ്ഥലങ്ങളുടെ പേരിന് മുന്നിൽ, സീസണുകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ സീസണുകളുടെയോ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും ചേർക്കണ്ട. ഇനി അടുത്തത് നെയിം ഓഫ് ഫെസ്റ്റിവൽ, ഓണം, അതുപോലെ ക്രിസ്മസ് ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും ചേർക്കരുത്. അതുപോലെ അടുത്താണ് നെയിം ഓഫ് ഗെയിം, കായിക വിനോദങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ക്രിക്കറ്റ്, ഫുട്ബോൾ,
അതേപോലെ വോളിബോൾ, ബാഡ്മിന്റൺ, ഇത്തരത്തിലുള്ള കായിക വിനോദങ്ങളുടെ പേരിന് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. അടുത്താണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, ഡിന്നർ. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, ഡിന്നർ ഭക്ഷണക്രമങ്ങളുടെ പേര്, അവയ്ക്ക് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, ഡിന്നർ എന്നിവയ്ക്ക് മുന്നില് ആർട്ടിക്കിൾ വേണ്ട. അടുത്താണ് ഫാദർ, മദർ, അങ്കിൾ, ആന്റി, ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ഫാദർ, മദർ, അങ്കിൾ, ആന്റി എന്നിവയ്ക്ക് മുന്നില് ആർട്ടിക്കിൾ വേണ്ട. അടുത്തത് ഭാഷകളുടെ പേരിന് മുന്നിൽ, ലാംഗ്വേജസ് എന്ന അല്ലെങ്കിൽ ഭാഷകളുടെ പേരിന് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. ഇപ്പൊ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് ഇങ്ങനെയുള്ള ഭാഷകളുടെ പേരിന് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. എന്നാൽ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എന്നാൽ ഭാഷകളുടെ പേര് കഴിഞ്ഞ് ലാംഗ്വേജ് എന്ന പ്രയോഗം വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഭാഷകളുടെ പേര് കഴിഞ്ഞിട്ട് എന്ത് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ലാംഗ്വേജ് എന്ന പ്രയോഗം വന്നാൽ ദാ ചേർത്തിട്ട് പറയാം. അതായത് ഡാഷ് മലയാളം എന്നാണ് കിടക്കുന്നതെങ്കിൽ നോ ആർട്ടിക്കിൾ ആണ്. എന്നാൽ ഡാഷ് മലയാളം ലാംഗ്വേജ് എന്നാണ് കിടക്കുന്നതെങ്കിൽ അവിടെ ദാ ചേർത്തിട്ട് പറയണം. ഭാഷകളുടെ പേര് കഴിഞ്ഞ് എന്ത് വന്നാ ലാംഗ്വേജ് എന്ന പ്രയോഗം വന്നാൽ ദാ ചേർക്കുക. അപ്പൊ ഏതൊക്കെ പറഞ്ഞു നമ്മള്? ഭൂമി ഒഴികെയുള്ള ഗ്രഹങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. സിംഗിൾ മൗണ്ടൻ, സിംഗിൾ ഐലൻഡ് ആർട്ടിക്കിൾ വേണ്ട. RBI യുടെ പേരിന് മുന്നിൽ അല്ലെങ്കിൽ RBI യുടെ മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ലോക്കൽ ഹോട്ടൽ, തിയേറ്റർ, മാള് ആർട്ടിക്കിൾ വേണ്ട. ലോക്കൽ ന്യൂസ് പേപ്പർ, മാഗസിൻ ആർട്ടിക്കിൾ വേണ്ട. അബ്സ്ട്രാക്ട് നൗണുകൾ, എന്താണ് അബ്സ്ട്രാക്ട് നൗണ്? കാണാനോ സ്പർശിക്കാനോ കഴിയാത്ത നാമങ്ങൾ ആർട്ടിക്കിൾ വേണ്ട. പേഴ്സൺസ്, വ്യക്തികളുടെ പേര്, സ്ഥലങ്ങളുടെ പേര്, സീസണുകളുടെ പേര് എന്നിവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ഫെസ്റ്റിവൽ, ആഘോഷങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ഗെയിമുകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, സപ്പർ, ഡിന്നർ ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. മദർ, ഫാദർ, മദർ, അങ്കിൾ, ആന്റി ഇങ്ങനെയുള്ള വാക്കുകൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ഭാഷകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. അവിടെ ഒരു എക്സെപ്ഷൻ കേസ് എങ്ങനെയായിരുന്നു? ഭാഷകളുടെ പേര് കഴിഞ്ഞ് ലാംഗ്വേജ് എന്ന പ്രയോഗം വന്നിട്ടുണ്ടെങ്കിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കാം? ദാ ചേർത്തിട്ട് പറയാം. അടുത്ത ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത മറ്റൊരു കണ്ടീഷനാണ്. നോക്കിയേ, രാജ്യങ്ങളുടെയും ഭൂഖണ്ഡങ്ങളുടെയും പേരിന് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. രാജ്യങ്ങളുടെ പേര് അതുപോലെ ഭൂഖണ്ഡങ്ങളുടെ പേര് അവയ്ക്ക് മുന്നിൽ എന്ത് വേണ്ട? ആർട്ടിക്കിൾ ഒന്നും വേണ്ട. നോക്കിയേ, എന്നാൽ അവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. രാജ്യങ്ങളുടെ പേരിന് മുന്നില് യുണൈറ്റഡ്, അതുപോലെ കിങ്ഡം, അതുപോലെ സുൽത്താനേറ്റ്, അതുപോലെ റിപ്പബ്ലിക്. ഏതൊക്കെ വാക്കുകള്? യുണൈറ്റഡ്, കിങ്ഡം, സുൽത്താനേറ്റ്, റിപ്പബ്ലിക് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് രാജ്യങ്ങളുടെ പേരിന് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ദ എന്ന ആർട്ടിക്കിൾ ചേർത്ത് പറയണം. അപ്പൊ നമ്മള് ഡാഷ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ആർട്ടിക്കിൾ ആണ്. എന്നാൽ ഡാഷ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയാം? ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് ചേർക്കണം. ഇപ്പൊ രാജ്യങ്ങളുടെയും അതുപോലെ ഭൂഖണ്ഡങ്ങളുടെയും പേരിന് മുന്നില് ആർട്ടിക്കിൾ ഒന്നും വേണ്ട. എന്നാൽ രാജ്യങ്ങളുടെ പേരിന് മുന്നില് ഏതൊക്കെ വാക്ക്? യുണൈറ്റഡ്, കിങ്ഡം, സുൽത്താനേറ്റ്, റിപ്പബ്ലിക് എന്നീ വാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദാ ചേർത്തിട്ട് പറയണം. അതുപോലെ അടുത്തതാണ് കോളേജ്, സ്കൂള്, കോളേജ്, ചർച്ച്, ടെമ്പിള്, ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ, ടെമ്പിള്, അതുപോലെ പ്രിസൺ. ഏതൊക്കെ വാക്കുകള്? നോക്കി, സ്കൂളുകള്, സ്കൂള്, കോളേജ്, ചർച്ച്, ഹോസ്പിറ്റൽ, ടെമ്പിള്, പ്രിസൺ എന്നീ വാക്കുകൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ ദ ഉപയോഗിക്കാം, അതുപോലെ ഉപയോഗിക്കാതെ ഇരിക്കാം. കണ്ടീഷൻ നോക്കിയേ, ഈ സ്ഥലങ്ങളില് അതാത് കാര്യങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ, അതിൻ്റെതായ ധർമ്മങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ ആർട്ടിക്കിള് വേണ്ട, ആർട്ടിക്കിള് ചേർക്കണ്ട. ഇപ്പൊ സ്കൂളിൽ പഠിക്കാനാണ് പോകുന്നത് എന്നാണ് ആ സെന്റൻസ് നമുക്ക് ആശയം കൺവേ ചെയ്യുന്നതെങ്കിൽ നോ ആർട്ടിക്കിൾ, ഈ വാക്കുകൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ അതർ പർപ്പസിനാണ് പോകുന്നതെങ്കിൽ, മറ്റു കാര്യങ്ങൾക്ക് വല്ലതുമാണ് പോകുന്നതെന്ന് സൂചിപ്പിച്ചാൽ ദ എന്ന ആർട്ടിക്കിൾ ചേർക്കണം. ഇപ്പൊ നോക്കിയേ, ഐ ആം ഗോയിങ് ടു സ്കൂൾ, എക്സാമ്പിൾ ഐ അല്ലെങ്കിൽ ഐ ഗോ ടു സ്കൂള് ഫോർ സ്റ്റഡി. കണ്ട, പഠിക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പൊ നമ്മൾ ടു സ്കൂൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അടുത്താണെങ്കിൽ ഐ ഗോ ടു ദ ഹോസ്പിറ്റല് ടു സീ മൈ അങ്കിൾ. കണ്ട, അങ്കിളിനെ കാണാൻ വേണ്ടി പോകുന്നു. ഹോസ്പിറ്റലിലെ ധർമ്മം എന്താ? ട്രീറ്റ്മെന്റിനാണ് പോകുന്നത്. ഇവിടെ അങ്കിളിനെ കാണാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിന് മുന്നിൽ നമ്മൾ എന്ത് ചേർത്ത് പറഞ്ഞു? ദ ഹോസ്പിറ്റല് ചേർക്കുന്നു. അപ്പൊ ഏതൊക്കെ വാക്കുകള്? സ്കൂള്, കോളേജ്, ചർച്ച്,
ഹോസ്പിറ്റൽ, ടെമ്പിൾ, പ്രിസൺ എന്നീ വാക്കുകൾക്ക് മുന്നിൽ ആർട്ടിക്കിൾ ദാ ചേർക്കാം, അതുപോലെ ചേർക്കാതിരിക്കാം. കണ്ടീഷൻ എന്തായിരുന്നു? എന്നീ ഈ സ്ഥലങ്ങളിൽ അതാത് പർപ്പസിന് പോയാൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട, എന്നാൽ അതർ പർപ്പസിനാണ് പോകുന്നതെന്ന് സൂചിപ്പിച്ചാൽ ദാ ചേർത്തിട്ട് പറയാം. ഓക്കെ, ഇനി നമ്മള് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കുന്നത്. നമ്മൾ മറക്കാൻ പാടില്ല, വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. പരീക്ഷയിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത കണ്ടീഷനും കുറെ പഠിച്ചു. ആർട്ടിക്കിൾ എ പഠിച്ചു, ദാ പഠിച്ചു, അതുപോലെ ആൻ പഠിച്ചു. ഇതിലേപോലെ നമ്മൾ മറക്കരുതെന്ന് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ വ്യക്തികളുടെ പേരിന് മുന്നിൽ ഏത് ആർട്ടിക്കിളാണ് ചേർക്കണമെന്ന് പറഞ്ഞു. ആൻ അല്ലെങ്കിൽ വ്യക്തികളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ പേരിലൂടെ മറ്റൊരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയെ കാണിച്ചാൽ അവിടെ നമുക്ക് എ അല്ലെങ്കിൽ ആന് ചേർക്കാം. പറയും, ഒരാളെ കണ്ടിട്ട് പറയണേ, നിന്നെ കണ്ടാൽ ന്യൂട്ടനെ പോലെയാണ്, അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തി ന്യൂട്ടനെ പോലെയാണ്, അല്ലെങ്കിൽ നീ ഒരു ന്യൂട്ടൺ തന്നെ, അല്ലെങ്കിൽ നീ ഒരു ഇന്നതാണ് എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് എ അല്ലെങ്കിൽ ആന് ചേർക്കാം. ഇങ്ങനെ പറഞ്ഞു, ഒരു വ്യക്തിയുടെ പേരിലൂടെ മറ്റൊരു വ്യക്തിയുടെ സ്വഭാവത്തെ സൂചിപ്പിച്ചാൽ ആ വാക്കിന് മുന്നിൽ എ അല്ലെങ്കിൽ ആന് ചേർക്കാം. നമുക്ക് എക്സാമ്പിൾ, ഹി ഈസ് എ ന്യൂട്ടൺ, അവനൊരു ന്യൂട്ടൺ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ന്യൂട്ടൺ എന്ന് പറയുന്ന പ്രശസ്തമായ വ്യക്തിയെ ഹി എന്ന് പറയുന്ന വ്യക്തിയിൽ നമ്മൾ എന്ത് ചെയ്യും? ചാർത്തി കൊടുത്തു. അതായത് അവനൊരു ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്, ന്യൂട്ടനെ പോലെയാണ് എന്നർത്ഥത്തില് പറയും. അടുത്താണ് നമ്മൾ അപരിചിതരായ വ്യക്തികൾക്ക് മുന്നിൽ വ്യക്തികളെ സൂചിപ്പിക്കുക. അപരിചിതരാണ് ആ വ്യക്തി, ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തി നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കാൻ ആ വാക്കിന് മുന്നിൽ, ആ പേരിന് മുന്നിൽ എ അല്ലെങ്കിൽ ആന് ചേർക്കാം. ഇങ്ങനെ പഠിച്ചാലും മതി. മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് ഈ വാക്കുകൾക്ക് മുന്നിൽ എ അല്ലെങ്കിൽ ആന് ചേർക്കാം. ഉച്ചാരണം അനുസരിച്ച് എ അല്ലെങ്കിൽ ആന് ചേർക്കാം. എന്താണ്? ആ വ്യക്തി പരിചയമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എ അല്ലെങ്കിൽ ആന് ചേർത്ത് പറയാം. ഓക്കെ, എ മിസ്റ്റർ രാമു ഈസ് വെയിറ്റിംഗ് ഫോർ യു. കണ്ടല്ലോ, മിസ്റ്റർ രാമു എന്ന വാക്കിന് മുന്നിൽ എ ചേർത്തിട്ട് പറഞ്ഞിരിക്കുന്നു. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? എ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ആ അപരിചിതനായിട്ടുള്ള വ്യക്തിയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എ ചേർത്തിട്ട് പറയുന്നു. അപ്പം പരിചയമില്ലാത്ത വ്യക്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തികളുടെ പേരിന് മുന്നിൽ എ അല്ലെങ്കിൽ ആന് ചേർക്കാം. മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് ആ വാക്കിന് മുന്നിൽ എ അല്ലെങ്കിൽ ആന് ചേർക്കാം. അടുത്താണ് ഹെവൻ, ഹെല്ല്, നേച്ചർ, സ്പേസ്, ഗോഡ്, പാരഡൈസ്. ഏതൊക്കെ വാക്കുകള്? ഹെവൻ, ഹെല്ല്, നേച്ചർ, സ്പേസ്, ഗോഡ്, പാരഡൈസ്. ഈ വാക്കുകൾ നാച്ചുറൽ ട്രൂത്തിനെ സംബന്ധിക്കുന്ന വാക്കുകളാണ്. ഇവയ്ക്ക് മുന്നിൽ എന്ത് വേണ്ട? ആർട്ടിക്കിൾ ദായൊന്നും വേണ്ട. നമ്മൾ പൊതുവെ പറഞ്ഞു നാച്ചുറൽ ട്രൂത്തിനെ സംബന്ധിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ ദായാണ് ചേർക്കുന്നത്. എന്നാൽ ഇവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. നമ്മൾ ഭൂമി ഒഴികെയുള്ള ഗ്രഹങ്ങൾക്ക് മുന്നിൽ വേണ്ടെന്ന് പഠിച്ചില്ലേ? അതുപോലെ പഠിക്കാം. ഹെവൻ, ഹെൽ, നേച്ചർ, സ്പേസ്, ഗോഡ്, പാരഡൈസ് ഇവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും ചേർക്കരുത്. അതായത് ആർട്ടിക്കിൾ ദാ ചേർക്കരുത്. പ്രത്യേകിച്ച് ദാ ചേർക്കാൻ പാടില്ല. ഓക്കെ, അടുത്ത നോക്കിയേ, വസ്തുക്കളുടെ പേര്. ഇപ്പൊ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അയൺ. ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം, അയൺ എന്നാണ് വസ്തുക്കളുടെയൊക്കെ പേര്. ഇവ വസ്തുക്കളുടെ പേരുമില്ല ആർട്ടിക്കിൾ ദാ ചേർക്കാൻ പാടില്ല. എപ്പോഴാണ്? അതൊരു കാറ്റഗറിയെ മുഴുവനായി സൂചിപ്പിച്ചാൽ ഇപ്പം ഗോൾഡ് എന്ന് പറയുന്ന കാറ്റഗറിയെ ഫുൾ ആയിട്ട് സൂചിപ്പിക്കുന്ന രീതിയിലാണ് ഒരു സെന്റൻസ് തരുന്നതെങ്കിൽ അവിടെ ആർട്ടിക്കിൾ ദായൊന്നും ചേർക്കരുത്. എക്സാമ്പിൾ നോക്കിയേ, ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. കണ്ടല്ലോ, അപ്പൊ പ്രഷ്യസ് മെറ്റൽ എന്ന് പറയുന്ന ഗോൾഡ് എന്ന് പറയുന്ന കാറ്റഗറിയെ മൊത്തത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. അതിന്റെ മുന്നിൽ ഗോൾഡിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും വേണ്ട. അപ്പൊ വസ്തുക്കളുടെ പേര് പൊതുവായി പറയുമ്പോൾ, ആ പൊതുവായ ധാരണ നൽകാൻ വേണ്ടി പറയുമ്പോൾ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ പറയാം, അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ എന്ന് പറഞ്ഞാൽ മതി. ദ അയൺ അവിടെ ചേർക്കേണ്ട കാര്യം ഇല്ല. അയൺ ഈസ് ദ യൂസ്ഫുൾ, അല്ലെങ്കിൽ അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? വ്യക്തികളുടെ പേര്, ഒരു വ്യക്തിയുടെ പേര് മറ്റൊരു വ്യക്തിക്ക് ചാർത്തി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശേഷണമായി പറയുകയാണെങ്കിൽ എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയാം. അപരിചിതനായ ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ പേരിന് മുന്നിൽ എ അല്ലെങ്കിൽ ആൻ ചേർത്ത് പറയാം. പ്രത്യേകിച്ച് മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സസ് ഈ വാക്കിന് മുന്നിൽ എ അല്ലെങ്കിൽ ആൻ ചേർത്തിട്ട് പറയാം. ഹെൻ, ഹെല്ല്, നേച്ചർ, സ്പേസ്, ഗോഡ്, പാരഡൈസ് ഈ വാക്കുകൾക്ക് മുന്നിൽ ദാ ചേർക്കാൻ പാടില്ല. ഒരു വസ്തുവിന്റെ പേര് പൊതുവായ ധാരണ നൽകാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ ദാ ചേർക്കാൻ പാടില്ല. ഓർമ്മയിരിക്കുക. ഇത്രയാണ് ആർട്ടിക്കിൾ ഉപയോഗിക്കാത്ത കണ്ടീഷനും ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും.